പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിയുമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുന്നത്. ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം മുമ്പിൽ ബാക്കിയാവുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല കൃഷ്. ഇതേ തുടർന്നാണ് തൊഴിലാളികളും സ്ട്രൈക്കിലേക്ക് മുന്നിലേക്ക് പോകുന്നത്. ശമ്പള പരിഷ്കരണത്തിന്റെ പേരിൽ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൃഷിനെ ചൊടിപ്പിക്കുന്നു. ഇതോടെ കൃഷ് ഇത് എതിർത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ്. നിങ്ങൾ മാറിയില്ല എങ്കിൽ സമരക്കാരുടെ നെഞ്ചിലൂടെ വണ്ടി കയറ്റിക്കൊണ്ടുപോകും എന്ന് കൃഷ് ഭീഷണി മുഴക്കിയത് തിരിച്ചടിയാവുകയാണ്. സമരക്കാരും കൃഷിന് എതിരാകുന്നു. എന്നാൽ നീ ഒന്ന് കയറ്റി നോക്കടാ, ബാക്കി കാര്യങ്ങൾ അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഇതോടെ കൃഷിനും വാശി കയറുന്നു. പക്ഷേ ഇത് നല്ലതിനല്ല എന്ന് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ കൺമണി. ഉടൻ തന്നെ പ്രശ്നത്തിൽ ഇടപെടുന്ന കൺമണി കൃഷ് സാർ തിരികെ വരണമെന്ന് പറയുകയും ചെയ്യുന്നു. കൃഷിനെ പിടിച്ചു വലിച്ച് അവിടെ നിന്ന് കൺമണി കൊണ്ടുപോയതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാവുകയാണ്. പക്ഷേ വിചാരിച്ചതുപോലെ അവിടെ അവസാനിക്കുന്നില്ല പ്രശ്നങ്ങൾ. കൃഷ് ചെല്ലുമ്പോൾ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ കൂടി വരികയാണ് ഉണ്ടാകുന്നത്. ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യവും മുമ്പിൽ ബാക്കിയാകുന്നു. ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല. എന്നാൽ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവുണ്ടാകുന്നത്. സാഗറിനെ ചെന്ന് കാണുന്ന സുജ തീരുമാനം അറിയിക്കാൻ ആവശ്യപ്പെടുന്നു. എന്തിനാണ് ഇങ്ങനെ കാത്തു നിൽക്കുന്നത്? ആ കൺമണിക്കൊരു തിരിച്ചടി കൊടുക്കുകയല്ലേ വേണ്ടത്? അവളെ ഓഫീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടണം. സാഗർ എന്താ ഒന്നും പറയാത്തത്? ഞാൻ ഈ ക്വസ്റ്റ്യൻ ദേവ്ജിയോട് ചോദിച്ചതാണ്. അപ്പോൾ ദേവ്ജി പറഞ്ഞ ഉത്തരം വേണമെങ്കിൽ ഞാൻ നിന്നോട് പറയാം. അവർ അവരുടെ ഇഷ്ടത്തിനല്ലേ ജീവിക്കേണ്ടത് എന്നാണ് എന്നോട് ദേവ്ജി പറയുന്നത്. അത് ദേവ്ജിക്ക് പറയാം. കാരണം ദേവ്ജിയുടെ മകനല്ല കൃഷ്, നമ്മുടെ മകനാണ്. അതുകൊണ്ട് തന്നെ നമ്മളാണ് അവനെ നേർവഴിക്ക് നടത്തേണ്ടത്. എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചാൽ തന്നെ അത് നമ്മളാണ് ശരിയാക്കി മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത്. അല്ലാതെ വെറുതെ ഇങ്ങനെ പ്രശ്നങ്ങൾ വിട്ടുകളയുകയല്ല. സാഗർ കൃഷിനെ വിളിക്കണം. കൃഷിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. മാനസികമായുള്ള വിവാഹം നടത്തുകയും വേണം. ഞാനിത് പറയാൻ തയ്യാറാ, പക്ഷേ നീ കൂടി എൻ്റെ കൂടെ നിൽക്കണം. ഇത് കേട്ടതിനെ തുടർന്ന് ശരി, ഞാനുമുണ്ട് അതിന്. ആ കാര്യത്തിൽ ഇനി ഒരു മാറ്റവുമില്ല. നമ്മൾ അവനോട് സംസാരിക്കും. അത് ഉറപ്പിച്ച കാര്യമാണ്. ഇതോടെ നീക്കങ്ങളുമായി അവർ മുന്നിലേക്ക് പോവുകയാണ്. ഇതേസമയം എസ്റ്റേറ്റിലേക്ക് എത്തിയ കൃഷ് എസ്റ്റേറ്റിലെ കാര്യങ്ങൾ ഇനി എങ്ങനെ മാനേജ് ചെയ്യും എന്ന് ആലോചിക്കുകയാണ്. കൃഷിന്റെ ഈ ടെൻഷൻ കണ്ടിട്ടാണ് ഒടുവിൽ സഹായിക്കുന്നതിനായി കൺമണി കയറി വരുന്നത്. ഇത് വലിയൊരു മാറ്റമുണ്ടാക്കുകയാണ്. ഇതിനിടയിലാണ് മാനസ പുതിയ ചതികളുമായി ഇപ്പോൾ മുന്നിലേക്ക് വരുന്നത്. മാനസയുടെ ഈ ചതിയുടെ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ആൻറ്റിയമ്മ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.